കോഴിക്കോട് താമരശ്ശേരിയിൽ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 12:30 മുഹമ്മദ് ഷബാസിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഏറ്റുമുട്ടലിന് പിന്നാലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഞെട്ടിക്കുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റ് വോയിസ് പുറത്ത്. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ നാഫീനല്ല വെച്ചത് 2 ദിവസം കേട്ടാ. ഷാബാസ് എങ്ങനെന്തേന്ന് പറയടാ. ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റേതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ. ഇന്ന് എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷാബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഈ ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് നോക്കും. ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എം ജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി. എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടതല്ലായി. ഇങ്ങനെ കണ്ടല്ലേ ഒക്കെ. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ. പക്ഷെ പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. ഷാബാസ് വിവരങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, എന്താണെങ്കിലും ഇന്നലെ മുതൽ ഈ വാർത്തകൾ വന്നതാണ്. ഒടുവിൽ ആ വിദ്യാർത്ഥി മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മുഹമ്മദ് ഷബാസ് ഇന്നലെ രാത്രി മരണത്തിന് കീഴടങ്ങുന്നു. ഇന്ന് ഇപ്പോൾ എന്താണ് നടപടികൾ? പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കേണ്ടതുണ്ട്. എപ്പോഴേക്കുമാണ് പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റ് ആശുപത്രിയിലെ വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, ഇന്ന് പുലർച്ചെ 12:30 ഷഹബാസ് മരണത്തിന് കീഴടങ്ങുന്നത്. താമരശ്ശേരിയിൽ വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെൻ്ററിന് മുന്നിൽ ഈ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഇത്തരത്തിലൊരു ഏറ്റുമുട്ടലിൽ ഷഹബാസിന് അതിക്രൂരമായി തന്നെ മർദ്ദനമേൽക്കുന്നത്. അതിക്രൂരമായി മർദ്ദനമേറ്റ ഷഹബാസിൻ്റെ നില അതീവ ഗുരുതരമായിരുന്നു. താലൂക്ക് ആശുപത്രിയിൽ, അതായത് താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ പ്രവേശിപ്പിച്ച ഉടൻ തന്നെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഷഹബാസിൻ്റെ ജീവൻ ഇന്നലെ നിലനിർത്തിയിരുന്നത്. ഇന്ന് പുലർച്ചെ 12:30 ഷഹബാസ് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ നമ്മളുള്ളത് മെഡിക്കൽ കോളേജിലാണ്. ഇനി ഇവിടെ ഷഹബാസിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പുരോഗമിക്കേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് നീങ്ങും. ഇതിലാണ് നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാവുക. കാരണം തലയ്ക്കടിയേറ്റ മാരകമായ ക്ഷതമാണ് ഷഹബാസിൻ്റെ നില അതീവ ഗുരുതരമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടി എന്താണ് മരണകാരണം എന്നുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് വ്യക്തമാകും. ഈ താമരശ്ശേരിയിലെ ഈ സ്വകാര്യ ട്യൂഷൻ സെൻ്ററിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിൽ ഇത്തരത്തിലൊരു ഏറ്റുമുട്ടലുണ്ടാകുന്നത്. അതായത് ഒരു ഫെയർവെൽ പാർട്ടിക്കിടെ ഉണ്ടായിരുന്ന നേരിയൊരു സംഘർഷമാണ് ഇത്തരത്തിൽ വ്യാഴാഴ്ചയോടുകൂടി വീണ്ടും ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ഒത്തുകൂടുകയും പിന്നീട് അതൊരു വലിയൊരു സംഘർഷത്തിലേക്ക് മാറുകയും ഉണ്ടാകുന്നത്. ഇതിലാണ് ഷഹബാസിന് മാരകമായ മർദ്ദനമേൽക്കുന്നത്. ഇതിനുശേഷം നമുക്ക് പുറത്തു വന്ന കുറേ ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെയുള്ള ഇതിലാണ് നമുക്ക് ഒരു അവ്യക്തത വരുന്നത്. കാരണം ഇത്തരത്തിലൊരു കൃത്യം നടന്നതിന് ശേഷം ഈ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു വിഷയം നടന്നതിന് ശേഷം ഇതിലൊരു നേരിയ തോതിൽ പോലും ഈ ഒരു ഷഹബാസിന് ഇത്തരത്തിലുള്ള അപകടം പറ്റിയതിൽ ഒരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഷഹബാസിനോടുള്ളൊരു വ്യക്തിവൈരാഗ്യം നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. കാരണം അവൻ്റെ കണ്ണൊന്ന് പോയി നോക്ക്, ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും, അതുപോലെ തന്നെ ആൾക്കൂട്ടമർദ്ദനമായാൽ പോലീസ് കേസ് ഉണ്ടാവില്ല തുടങ്ങിയ വാട്സപ്പ് ചാറ്റുകളാണ് ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി, അതായത് കൗമാരക്കാരാണ്. ഇവർക്കിടയിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടത്താൻ, അതായത് ഇത് കൃത്യമായി പറഞ്ഞാൽ പ്ലാൻ
പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൃത്യം പോലെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ഷഹബാസിനോട് ഈ ഒരു സംഭവത്തിന് ശേഷം, ഞായറാഴ്ചയിലെ ഇവരുടെ ഈ ഒരു സംഭവത്തിന് ശേഷം ഷഹബാസിനോട് കൃത്യമായ വൈരാഗ്യം ഈ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. 2 സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ ഞായറാഴ്ച ഈ ഫെയർവെൽ പാർട്ടിക്കിടെ സംഘർഷമുണ്ടായത്. അതായത് താമരശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും അതുപോലെ തന്നെ MJ സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുത്തത്. അതിൽ ഈ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിപാടി അവതരിപ്പിച്ചപ്പോൾ പാട്ട് നിന്നുപോയി. ഇതിനെ തുടർന്ന് മറ്റ് വിദ്യാർത്ഥികൾ കൂവി വിളിക്കുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന ചെറിയ വാക്കുതർക്കമാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക്, അതായത് വ്യാഴാഴ്ച ഇത്തരത്തിൽ ഉടലെടുത്ത ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. ഇതിലാണ് ഷഹബാസിന് അതിക്രൂരമായി മർദ്ദനമേൽക്കുന്നത്. തലയ്ക്ക് പുറകിൽ ഉൾപ്പെടെ മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ ഉൾപ്പെടെ നമ്മൾ മാതാപിതാക്കളോടും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരോടും സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, തലയ്ക്ക് പുറകിൽ മാരകമായി ഷഹബാസിന് അടിയേറ്റിട്ടുണ്ട്. അതിനാൽ തന്നെ കുട്ടി വെന്റിലേറ്ററിലായിരുന്നു. സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു. അങ്ങനെയാണ് ഷഹബാസ് ഇന്ന് പുലർച്ചെ മരണത്തിന് കീഴടങ്ങുന്നത്. ഇത്തരത്തിൽ ഒരു സഹപാഠി അല്ലെങ്കിൽ തൻ്റെ ഒപ്പമുള്ള ഒരു വിദ്യാർത്ഥിയെ, തൻ്റെ സമപ്രായക്കാരനായ ഒരു വിദ്യാർത്ഥിയോട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം, കാരണം ഒരു വൈരാഗ്യം വെച്ച് മനസ്സിൽ കൊണ്ട് നടക്കുക, അതിനുവേണ്ടി അവനെ വിളിച്ചു വരുത്തുക, തുടർന്ന് അവനെ മർദ്ദിക്കുക. ഈ ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല, വലിയ മുതിർന്ന ആൾക്കാരും ഇത്തരത്തിൽ മർദ്ദനത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ സംശയിക്കുന്നത്. അത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇത്തരത്തിൽ ഈ കുട്ടിയെ വിളിച്ചു വരുത്തി അതിക്രൂരമായി മർദ്ദിച്ച് കൊന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ പറയാൻ കഴിയുന്നത്. അപ്പോൾ രമ്യ, ഒരു സംശയം അപ്പോൾ തോന്നുകയാണ്. അതായത് 2 വലിയ ഗുണ്ടാ സംഘങ്ങൾ ചേർന്ന് ഇത്തരത്തിൽ പ്രശ്നം സംഘടനമൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിൽ ആൾക്കാർക്ക് പരിക്കേൽക്കുന്നതുമൊക്കെ. അത്തരത്തിലാണ് ഈ 15 വയസ്സുള്ള കൗമാരക്കാരായുള്ള വിദ്യാർത്ഥികൾ തമ്മിൽ വലിയ രീതിയിൽ ഏറ്റുമുട്ടുന്നതും ഒടുവിൽ ഒരു മരണത്തിലേക്ക് കാര്യങ്ങൾ കലാശിക്കുന്നതുമൊക്കെ അപ്പോഴാണ്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ കാര്യങ്ങൾ മാത്രമാണോ ഈ ഒരു വലിയ സംഘർഷത്തിലേക്കും ഒടുവിൽ ഈ മരണത്തിലേക്കും കലാശിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നതിന് പിന്നിൽ? അതോ കാലങ്ങളായി ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വൈരാഗ്യം ഉടലെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നോ? സംഗീത, നമുക്ക് ആ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ ഞായറാഴ്ച ഉണ്ടായ ഈ പാർട്ടിക്കിടെ ഉണ്ടായ നേരിയ തോതിലുള്ള സംഘർഷമാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇത്തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് വ്യാഴാഴ്ച ഈ ഷഹബാസിനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ നിഗമനത്തിലെത്തുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഈ ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെയുള്ളവയും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഈ ഇത്തരത്തിലൊരു ചെറിയൊരു പാർട്ടിക്കിടെ നടന്ന ഒരു വാക്കുതർക്കം ഇത്തരത്തിൽ കുട്ടികളിൽ ഇത്തരത്തിലൊരു വൈരാഗ്യം ഉണ്ടാക്കി തീർക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. കാരണം ഇവർ കൗമാരക്കാരായാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. നമുക്ക് ഏകദേശം ഇവരുടെ ഒരു പ്രായം നമുക്കറിയാം, ഏകദേശം 14-15 വയസ്സുള്ള കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യാൻ മനസ്സ് വരുന്നത് എന്ന് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ആ കുട്ടികളുടെ പ്രായം നമ്മൾ കണക്കിലെടുക്കുമ്പോഴാണ് അത് ഉണ്ടാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഉള്ളിലെല്ലാം അവരെല്ലാം 15 വയസ്സാണെങ്കിലും കുട്ടികൾ തന്നെയാണ്. പക്ഷേ അവർക്കുള്ളിൽ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ഒളിഞ്ഞു കിടക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രൂര മനസ്സ് ഒളിഞ്ഞു കിടക്കുന്നതിനെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. കാരണം തൻ്റെ സമപ്രായക്കാരനായ ഒരു വിദ്യാർത്ഥിയോട് ഇത്തരത്തിൽ, കാരണം അവർക്ക് അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല. കാരണം ഞായറാഴ്ച ഈ ഒരു ഫംഗ്ഷനിടെ ഉണ്ടാകുന്ന വാക്കുതർക്കം വ്യാഴാഴ്ച ഈ കുട്ടിയെ വിളിച്ചു വരുത്തുന്ന രീതിയിലേക്ക് മാറുമ്പോൾ, അതായത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ കുട്ടിയെ മനഃപൂർവ്വം തന്നെ വിളിച്ചു വരുത്തുകയാണ്. എന്നാൽ ഇതിനുശേഷം, ഈ സംഭവം നടന്ന ശേഷം ഈ ഷഹബാസ് അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്ന് അറിഞ്ഞതിന് ശേഷവും യാതൊരു തരത്തിലുള്ള അവർക്ക് ഒരു കുറ്റബോധം തോന്നുന്നില്ല. കാരണം അതാണ് പിന്നീട് നടക്കുന്ന ഈ ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ നമുക്ക് വ്യക്തമാകുന്നത്. അതായത് കൊല്ലു എന്ന് പറഞ്ഞാൽ ഞാൻ ഷഹബാസിനെ കൊല്ലും, അവൻ്റെ കണ്ണൊന്ന് പോയി നോക്ക്, അല്ലെങ്കിൽ ഈ ആൾക്കൂട്ട മർദ്ദനം ആണെങ്കിൽ അതിൽ പോലീസ് കേസ് എടുക്കില്ല തുടങ്ങിയ ഇത്തരത്തിലുള്ള ചാറ്റുകൾ പ്രചരിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ചാറ്റുകൾ നടത്തുമ്പോൾ തന്നെ ഈ കുട്ടികളുടെ ഒരു ക്രൂര മനസ്സുകൂടി നമ്മൾ വിലയിരുത്തണം. കാരണം സമപ്രായക്കാരനായ തൻ്റെ സഹപാഠിയോട് ചെയ്യുന്ന ഒരു ക്രൂരകൃത്യത്തിൽ ഇവർക്ക് ഒരിക്കലും ഒട്ടും മനഃശാഞ്ചല്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് കൃത്യമായി കരുതി കൂട്ടി ഈ കുട്ടിയെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ഒരു മർദ്ദനം നടത്തി എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. എങ്കിൽ പോലും ഇതിൽ ഇപ്പോൾ നിലവിൽ 5 കുട്ടികളാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകേണ്ടതുണ്ട്. കാരണം ഇന്നലെ ഈ 5 പേര് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു, താമരശ്ശേരി സ്റ്റേഷനിലുണ്ടായിരുന്നു. ഇതിനുശേഷം ഈ 15 വയസ്സ് കണക്കിലെടുത്ത് പോലീസ് ഇന്നലെ ഈ മാതാപിതാക്കളോടും ഈ കുട്ടികളെ വീട്ടിലേക്ക് വിട്ടിരുന്നു. ഇന്ന് സ്റ്റേഷനിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ഈ വിടുന്ന സാഹചര്യത്തിൽ ഷഹബാസ് അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ തുടരുകയായിരുന്നു. എന്നാൽ ഇന്ന്
പുലർച്ചയോടുകൂടി ഷഹബാസിന് മരണം സംഭവിക്കുന്നു. അപ്പോൾ തന്നെ ഈ കേസിന്റെ ഗതി കൂടി മാറുകയാണ്. തീർച്ചയായും അപ്പോൾ തന്നെ ആ ഗതി മാറുകയാണ്. അതുവരെ ഒരു ആൾക്കൂട്ട മർദ്ദനമായിരുന്ന ഒരു കാര്യം ഇന്നത് വരുമ്പോൾ അതൊരു വിദ്യാർത്ഥി മരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മുഹമ്മദ് ഷഹബാസ് മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് രമ്യാദാസ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.